കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണത്തലേന്ന് വീട് വിട്ടിറങ്ങി വന്ന സുനന്ദയെ ഭാസ്കരൻ വഴക്കു പറയുന്നുണ്ട്. സുനന്ദയും കരഞ്ഞുകൊണ്ട് ഭാസ്കരനോടായി, ഇല്ല ഭാസ്കർ മാമ, എന്നെ വിശ്വസിക്ക്, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. എനിക്ക് ആ കല്യാണം വേണ്ട. ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. അവരാരും അറിയാതെയാണ് ഞാൻ വന്നത്. ഇനി രാവിലെ അവരൊക്കെ എന്നെ അന്വേഷിക്കൂ. സുഭാഷേട്ടാ, എനിക്ക് ഇനി അങ്ങോട്ട് പോകണ്ട. എന്നെ കൈവിടല്ലേ സുഭാഷേട്ടാ എന്നും പറഞ്ഞ് അവള് സുഭാഷേട്ടന്റെ കാലിൽ വീഴുന്നുണ്ട്. സുഭാഷും സങ്കടത്തോടെ മോളെ എന്നും വിളിച്ച് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കാണ്. എന്നെ വിശ്വസിക്ക് സുഭാഷേട്ടാ, ഞാനിനി അങ്ങോട്ടും പോവില്ല. എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ഈ വീട്ടിൽ ജീവിച്ചാൽ മതി എന്നൊക്കെ അവള് സുഭാഷിന്റെ കാലിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ സുധീഷും അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സുനന്ദേ, നീ പറയുന്നത് ഉറപ്പാണല്ലോ അല്ലേ? ഇനി നീ അവർ വന്ന് വിളിച്ചാൽ അവരുടെ കൂടെ പോവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ ഇനി ഒരിക്കലും അങ്ങോട്ട് പോവില്ല. എന്നെ വിശ്വസിക്ക്, എന്നെ അവരുടെ കൂടെ പറഞ്ഞേക്കല്ലേ പ്ലീസ് എന്നും പറഞ്ഞ് അവൾ കരയുമ്പോൾ, ഇതിപ്പോ ഞാനാണോ കുടിച്ചത്, നീയാണോ? ഇങ്ങനെ നടുത്തളത്തിൽ കിടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ ഇതെന്താ മരണ വീടാണോ? നിനക്ക് ബോധമില്ലേടി എന്ന് അച്ഛനും സുനന്ദയോടായി പറയുന്നുണ്ട്. നിധിയും അച്ഛനോടായി അച്ഛ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. സുനന്ദയും എഴുന്നേറ്റ് വന്ന് നിധിയോടായി, നിധി, നിനക്കെങ്കിലും എന്നെ മനസ്സിലാവില്ലേ? നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കില്ലേ? എന്നെ ഒന്ന് വിശ്വസിക്ക്. എനിക്കിനി ആ വീട്ടിലേക്ക് പോകണ്ട. എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ഈ വീട്ടിൽ ജീവിച്ചാൽ മതി. ഇനി നിങ്ങളൊക്കെ ചേർന്ന് എന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചാൽ എൻ്റെ കല്യാണം നാളെ നടന്ന പിന്നെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് സുനന്ദ പറയുമ്പോൾ, എന്തൊക്കെയാ മോളെ നീ പറയുന്നേ എന്നും പറഞ്ഞ് സുഭാഷ് സുനന്ദയെ വിളിക്കുന്നുണ്ട്. സുനന്ദ സുഭാഷിനെ നോക്കി, സുഭാഷേട്ടാ, എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ അല്ലാതെ മറ്റാരുടെ കൂടെയും ജീവിക്കാൻ കഴിയില്ല. കുഞ്ഞുനാൾ മുതലേ എന്നെ സുഭാഷേട്ടനെ അറിയുന്നതല്ലേ, ഞാൻ എന്താണെന്ന് സുഭാഷേട്ടനെ നന്നായിട്ട് അറിയാലോ എന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കരയുമ്പോൾ സുഭാഷും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും, ഇതിൽ കൂടുതൽ അവൾ ഇനി എന്ത് ചെയ്യാനാ? അവൾ ആ കല്യാണ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നില്ലേ, നമുക്കേ ഈ കല്യാണം അങ്ങ് നടത്താം എന്ന് സുധീഷ് പറയുമ്പോൾ, കല്യാണോ എന്ന് നിധിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ കല്യാണം കഴിക്കാതെ അവളെ എങ്ങനെയാ ഈ വീട്ടിൽ നിർത്തുന്നേ? അവരെ ആളെയും കൂട്ടി ഇങ്ങോട്ട് വരും, എന്നിട്ട് അവളെ ഇറക്കി അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് സുധീഷും പറയുന്നുണ്ട്. എടമോനെ, അവളുടെ വാക്കും വിശ്വസിച്ച് വെറുതെ ആൾക്കാരുടെ മുന്നിൽ നാണം കെടാൻ നിൽക്കല്ലേ. വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗ. തന്തയും തള്ളയും വന്ന് വിളിച്ചു കഴിഞ്ഞാലേ പോവില്ലാന്ന് ഒരു ഉറപ്പുമില്ല. അമ്പലത്തിൽ പോയി കാത്തു കിടന്ന് നാണം കെട്ടത്തിനേക്കാൾ വലിയ നാണക്കേടാവും ഇത്, കേട്ടല്ലോ. പച്ചൊന്നിനെ വിശ്വസിച്ചാലും നിറമാറുന്ന കാര്യത്തിലെ ഈ പെറ്റകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഭാസ്കരൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുനന്ദയും കണ്ണും തുടച്ച് അങ്ങോട്ട് ചെയ്യുന്നത്. ഭാസ്കർ മാമ, കുറെ സമയമായല്ലോ എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നു. നിങ്ങളെയൊക്കെ വിശ്വസിച്ചല്ലേ ഞാൻ ഈ രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത്. എൻ്റെ അമ്മയുടെ കുടുംബം തന്നെയല്ലേ നിങ്ങളുടെ കുടുംബം. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാമെങ്കിൽ എന്നെയും കൂടി വിശ്വസിച്ചൂടെ? ഉറപ്പാ, ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്നും പോവില്ല എന്ന് ഭാസ്കരനോടായി പറഞ്ഞുകൊണ്ട് അവള് സുധീഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുധീഷ് പറഞ്ഞ പോലെ ഈ വിവാഹത്തിന് ഞാൻ തയ്യാറാ. ഈ വീട്ടിൽ നിന്ന് പോവാതിരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞ് അവൾ സുഭാഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷേട്ടാ, എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കല്ലേ എന്നവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും, മോളെ സുനന്ദേ, നീ ഇങ്ങനെ എടുത്ത് ചാടല്ലേ, സമാധാനമായിട്ടിരിക്കെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നീ ഇനി വാക്കു മാറില്ലല്ലോ അല്ലേ? നിന്റെ അമ്മ വന്ന് ഡ്രാമ കളിച്ച് നെഞ്ചത്തടിച്ച എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, എന്ത് വന്നാലും ഞാൻ വാക്ക് മാറില്ല എന്ന് സുനന്ദയും പറയുന്നുണ്ട്. ഇനി എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല സുഭാഷേട്ടാ എന്നും പറഞ്ഞ് സുഭാഷിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. അത് കണ്ട് അച്ഛനും ശിവനെ എന്നും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇതൊക്കെ നോക്കി നിന്ന സുധീഷും, ഏട്ടാ, ഇനി വെറുതെ സമയം കളയണ്ട, നമുക്ക് കല്യാണത്തിന്റെ ഏർപ്പാടൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ, അതെ ഏട്ടാ, സുനന്ദേച്ചിക്ക് ധൈര്യമില്ലെന്നല്ലേ ഇത്രയും നാളെല്ലാരും പറഞ്ഞത്. ഇപ്പൊ ചേച്ചി തന്നെ വന്നില്ലേ, നമുക്ക് ഈ കല്യാണം നടത്താം എന്ന് നികേഷും പറയുന്നുണ്ട്. അത് ശരിയാ, എന്നാ പിന്നെ ആരെങ്കിലും വരുന്നതിന് മുന്നേ അത് നമുക്ക് നടത്താം. എന്താ ഏട്ടത്തിയുടെ അഭിപ്രായം എന്താ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, ഇപ്പോഴോ എന്ന് ടെൻഷനോടെ നിധി ചോദിക്കുമ്പോൾ, എപ്പോഴായാലും എന്താ, നല്ല കാര്യല്ലേ. കല്യാണ പെണ്ണിനെ വീട്ടിൽ കാണാതായ അവർ ഇങ്ങോട്ടായിരിക്കും വരുന്നേ. അതിനു മുന്നേ എല്ലാം നടത്തുന്നതല്ലേ നല്ലത് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, നിധി, നമ്മുടെ കല്യാണം നടന്നത് എങ്ങനെയാ? വീട്ടുകാരെന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി? തുടക്കത്തിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും, പിന്നെയൊക്കെ അടങ്ങുമെന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് കേട്ട് നിധിയും, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം പോലെയാണോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണം എവിടെ വെച്ച് നടന്നാലും കല്യാണം തന്നെയല്ലേ. ഇത് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി സഹായം ചോദിക്കാം എന്ന് സുധീഷും പറയുന്നുണ്ട്. പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നാളെ രാവിലെ സുനന്ദ അവിടെ ഇല്ലാത്തത് അവരറിയോ? അതുകൊണ്ട് കെട്ടി നടത്താൻ നമുക്ക് സമയമുണ്ട്. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലൊരു വക്കീലുണ്ട്, അങ്ങോട്ട് പോവാം എന്ന് ഹരീഷും പറയുന്നുണ്ട്. അത് കേട്ട് അച്ഛനും, എടാ, നാളെ രാവിലെ ഇവളെ അവർ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞത് വിശ്വസിച്ച് നിൽക്കാണോ? അതൊരു കല്യാണ വീടാ. ഇവളവിടെ ഇല്ലെന്ന് മനസ്സിലാവാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. അവൾ അവിടെ ഇല്ലെന്ന് കണ്ട അവർ നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും. ഭൂതഗണങ്ങൾ ഇറങ്ങി വരുന്ന പോലെ ആയിരിക്കും അവരുടെ വരവ്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം എന്നും പറഞ്ഞ് അച്ഛനകത്തേക്ക് കയറി വന്ന് സുനന്ദയോടായി, നിന്റെ തീരുമാനം ഉറച്ചത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഭാസ്കർ മാമ, സുഭാഷ് ചേട്ടനെ വിട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോവില്ല, അത് ഉറപ്പാ എന്നവൾ പറയുമ്പോൾ, അച്ഛനും ഇടമക്കളെ ആ വാതിലുകളൊക്കെ ഒന്ന് അടക്കേ എന്ന് പറയുന്നുണ്ട്. നികേഷ് പെട്ടെന്ന് പോയി വാതിലൊക്കെ അടിച്ചിട്ട് വരികയാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇറങ്ങാം, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താം എന്ന് ഹരീഷ് പറയുമ്പോൾ, ബ്ലഡി ഫുൾ, ആരാടാ നിനക്കിപ്പോ അമ്പലം തുറന്നു വെച്ചിരിക്കുന്നേ? കല്യാണം ഇപ്പോ ഇവിടെ വെച്ച് നടത്തണം എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അതെ, അതാ നല്ലത്. ആദ്യം ഇവിടെ വെച്ച് കല്യാണം, അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ,
വീട്ടിൽ വെച്ച് കല്യാണോ? ഒരു നല്ല കാര്യമല്ലേ? അമ്പലത്തിൽ വെച്ചല്ലേ നല്ലത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ആദ്യം കല്യാണം, അത് എവിടെ വെച്ചായാലും മതി. ദൈവം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നേ. അപ്പോൾ ഈ വീട്ടിലും ദൈവമുണ്ട്. അതുകൊണ്ട് എവിടെ വെച്ചായാലും കല്യാണം നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് അച്ഛൻ പോയി വിളക്ക് വയ്ക്കുന്നുണ്ട്. ദൈവം റെഡി എന്ന് അച്ഛൻ പറയുമ്പോൾ നിധി സുനന്ദയുടെ അടുത്തേക്ക് ചെന്ന് നീ ഓക്കെ തന്നെയല്ലേ ചോദിക്കുന്നുണ്ട്. 100 വട്ടം സമ്മതം എന്ന് സുനന്ദ പറയുമ്പോൾ ബാക്കിയൊക്കെ ഓക്കെ ആണെങ്കിലും ഇപ്പോൾ കടയൊക്കെ പൂട്ടിയിട്ടുണ്ടാവില്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പെട്ടെന്ന് അമ്പലത്തിൽ വെച്ച് പൂജാരി പൂജിച്ചെടുത്ത താലി സുഭാഷിന് കൊടുത്തപ്പോൾ സുഭാഷ് അത് സുധീഷിന്റെ കയ്യിൽ കൊടുത്തത് ഓർത്തെടുക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് റൂമിലേക്ക് ചെന്ന് താലി എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതന്ന് വാങ്ങിച്ച താലിയാ എന്നവൻ പറയുമ്പോൾ അതെന്തായാലും സൂപ്പറായി എന്ന് സുധീഷിനോടായി നികേഷ് പറഞ്ഞുകൊണ്ട് സുഭാഷിനോട് എന്തായാലും നിൽക്കുന്നേ, പെട്ടെന്ന് പോയി റെഡിയാവ് എന്ന് പറയുന്നുണ്ട്. ഏട്ടൻ അങ്ങനെ പറഞ്ഞാലൊന്നും റെഡിയാവില്ല, നീ വാ എന്നും പറഞ്ഞ് ഹരീഷും നികേഷും കൂടി സുഭാഷിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നികേഷ് ഒരു പെട്ടിയിൽ നിന്ന് അന്നത്തെ കല്യാണ ഡ്രസ്സ് എടുക്കുമ്പോൾ അതൊന്നും എടുക്കണ്ടടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഏട്ടനൊന്നും ചുമ്മാതിരുന്നേ, ഒക്കെ ഇപ്പോൾ റെഡിയാക്കാം എന്നവൻ പറയുമ്പോൾ നിനക്ക് ഇതിന്റെ ദൂഷ്യമൊന്നും അറിയില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. ചേട്ടനൊന്നും ചുമ്മാതിരുന്നേ, ഇത് ദയവായിട്ട് കൊണ്ടുവന്ന് തന്ന ഒരു ചാൻസാ, അത് നശിപ്പിച്ചാലേ ചേട്ടൻ തന്നെ പിന്നീട് വിദ്യാവും എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ ഡ്രസ്സ് ഇടിക്കാൻ തുടങ്ങുന്നുണ്ട് ഹരീഷും നികേഷും. അവിടെ ഡൈനിങ് ഹാളിൽ ടെൻഷനോടെ ഇരിക്കാണ് സുനന്ദയും സുധീഷും. അച്ഛൻ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നിധി അവൾക്കായി വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അവൾ അത് കുടിച്ച് ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് നിധി ടെൻഷൻ അടിക്കണ്ട, എല്ലാം നന്നായി നടക്കും എന്നവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നാളെ രാവിലെ നിന്റെ കല്യാണം മുടങ്ങി നിന്റെ അച്ഛനും അമ്മയും അമ്മാവനും നാണം കെട്ടി നിൽക്കുന്നത് ഞാൻ എൻ്റെ ഈ 2 കണ്ണും കൊണ്ട് കാണും. പൂക്കാനൊരു കാലമുണ്ടെങ്കിലേ കൊഴിയാനും ഒരു കാലമുണ്ട്. നാളെ ആ പൂതനയുടെ അഹങ്കാരം കൊഴിയുന്ന കാല. നാളെ അവളോട് പറയാനുള്ള കണക്കുകളൊക്കെ ഭാസ്കരൻ തീർക്കും. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ ടെൻഷൻ ഇല്ലാതെ ഇരിക്കെ എന്ന് നിധി അവളെ ആശ്വസിപ്പിക്കുമ്പോൾ ആരും ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരും ഉറങ്ങിയോ നോക്കിയിട്ടാണ് ഞാൻ വന്നത്. എന്നാലും ഇപ്പോൾ എന്തോ ഒരു പേടി. അവരൊക്കെ ആളെ കൂട്ടി വന്നാലും എന്നെ അവരുടെ കൂടെ അയക്കരുത് എന്ന് സുനന്ദ പറയുമ്പോൾ ഞങ്ങളായിട്ട് സുനന്ദയെ ഇങ്ങോട്ടും അയക്കില്ല. സുനന്ദ അവരുടെ കണ്ണീരും കരച്ചിലും കാണുമ്പോൾ കൂടെ ഇറങ്ങി പോവാതിരുന്നാൽ മതി എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ഇനി എങ്ങോട്ടും പോവില്ല. അവര് പോലീസിനെ കൊണ്ട് വന്നാലും ഞാൻ സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കാന്നേ പറയൂ എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അത് കേട്ട് അച്ഛനും ഇപ്പൊ ഞങ്ങൾക്ക് നിന്നെ നല്ല വിശ്വാസ, നീ ടെൻഷൻ അടിക്കാതെ ഇരിക്കെ, നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. അവിടെ റൂമിൽ കല്യാണ ഡ്രസ്സ് ഇട്ട് കൊടുത്ത് സുഭാഷിന് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാണ് നികേഷും ഹരീഷും. എടാ ഹരീഷേ, ഇതൊന്നും ശരിയാവില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ ഒന്നും ടെൻഷൻ ഇല്ലാതെ ഇരിക്കെ, എല്ലാം ശരിയാവും എന്ന് ഹരീഷും പറയുന്നുണ്ട്. പിന്നീട് അവർ സുഭാഷിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ മണവാളൻ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ കൊള്ളാലോ, ഈ പാതിരാത്രി ഇത്ര ഫ്രഷ് ആയിട്ട് ഒരു മണവാളിനെ എവിടുന്ന് കിട്ടും എന്നവരോടായി പറഞ്ഞുകൊണ്ട് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പൂജാ ഫോട്ടോയ്ക്ക് അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. തൊഴുതോ എന്ന് അച്ഛൻ പറയുമ്പോൾ രണ്ടുപേരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കാണ്. നിന്റെ മുത്തശ്ശന്റെയും മുതുമുത്തശ്ശന്റെയും ഒക്കെ കാലത്ത് കല്യാണം എങ്ങനെയാണെന്നറിയോ? ചെറുക്കൻ വരും, വിളക്കിന്റെ മുന്നിൽ നിന്ന് ഒരു പുടവ എടുത്ത് പെണ്ണിന് കൊടുക്കും, എന്നിട്ട് പായം ചുരുട്ടി അറയിലേക്ക് പോവും. ഇപ്പോ വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് വരുന്നു, ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് താലി കെട്ടുന്നു, കല്യാണം കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. സുഭാഷ് സുനന്ദയെ നോക്കുമ്പോൾ സുനന്ദയും അവനെ ഒന്ന് നോക്കി അവന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഓർമ്മ വരുമ്പോൾ ഈ നിമിഷം അച്ഛനും അമ്മ കുടുംബം ഇതൊന്നും ആലോചിക്കല്ലേ, സുഭാഷ് ഏട്ടനെ മാത്രം ആലോചിച്ചാൽ മതി എന്നൊക്കെ അവൾ മനസ്സിൽ സ്വയം പറയുന്നുണ്ട്. ഇനി സമയം കളയണ്ട, വേഗം വേഗം എന്ന് അച്ഛൻ പറയുമ്പോൾ സുധീഷും കീശയിൽ നിന്നും താലിയെടുത്ത് സുഭാഷ് ഏട്ടാ ഇതാ താലി, വേഗം കെട്ടിക്കോ, ഇനി വൈകേണ്ട എന്ന് പറയുമ്പോൾ എടാ കാരണവന്മാർ ഇവിടെ നിൽക്കുമ്പോൾ നീ കർമ്മിയാവാൻ നോക്കുന്നോ, താലിതാ എന്നും പറഞ്ഞ് അച്ഛൻ താലി വാങ്ങിക്കുന്നുണ്ട്. ഭാസ്കരൻ താലി എടുത്ത് പിടിച്ചുകൊണ്ട് എടി പൂതനെ എന്ന് വിളിക്കുമ്പോൾ സുനന്ദ അങ്ങോട്ട് നോക്കുന്നുണ്ട്. നിന്നെയല്ല, നിന്റെ തള്ളയെ ബകാസുര, എപ്പോഴെങ്കിലും ഭാസ്കരനും പിള്ളേരും ജയിക്കുമെന്ന് നിങ്ങൾ നാളെ അറിയും. നാട്ടുകാരുടെ മുന്നിൽ നാറിപ്പൊളിയാവാൻ റെഡിയായി നിന്നോ ഗംഗാധരൻ മോനെ എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് താലി സുഭാഷിന് നേരെ നീട്ടി. ഇതാ മോനെ താലി കെട്ട്, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം നാളെ രാവിലെ ആ വീട്ടിന് മുന്നിൽ പോയി ഒന്ന് കൈ കെട്ടി നിൽക്കാൻ. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നു. നീ എന്താ ഇങ്ങനെ മേടിച്ച് നിൽക്കുന്നേ, വേഗം താലി കെട്ടടാ എന്ന് പറഞ്ഞ് ഭാസ്കരൻ താലി സുഭാഷിന് നേരെ നീട്ടുന്നുണ്ട്. സുഭാഷ് താലി വാങ്ങുമ്പോഴേക്കും കുരവേടടാ മക്കളെ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. എല്ലാവരും കുരവേടുമ്പോൾ സുഭാഷും സുനന്ദയും ഒരു വട്ടം കൂടി വിളക്ക് നോക്കി പ്രാർത്ഥിച്ച് താലി കെട്ടാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ എത്തിയ സുനന്ദയുടെ അച്ഛനും അമ്മയും അടുക്കള വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ആരടാ അത് എന്ന് ഭാസ്കരൻ അമ്പലപ്പോടെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അടുക്കള വശത്തേക്ക് എത്തുമ്പോഴേക്കും ധനശേഖരനും ലളിതയും അകത്തേക്ക് കയറി വരുന്നുണ്ട്. അവരും അകത്തേക്ക് കയറി വന്ന് അറിയാടി നീ ഇവിടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ലളിത പറയുമ്പോൾ സുനന്ദ സുഭാഷിന്റെ കൈത്തണ്ടയിൽ ചേർത്ത് പിടിക്കുന്നുണ്ട്. സുഭാഷ് അവളുടെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ അവന്റെ കയ്യിലെ താലി ലളിത കാണുന്നുണ്ട്. ദേ കണ്ടില്ലേ, അവൻ താലിയും പിടിച്ചാൽ നിൽക്കുന്നത്. ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ നമ്മുടെ മോളെ അവൻ ഭാര്യയാക്കിയേനെ എന്നും പറഞ്ഞ് ലളിത സുനന്ദയുടെ അടുത്തേക്ക് എത്തി. ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നും പറഞ്ഞ് സുഭാഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് സുഭാഷ് എന്നെ ഇവരുടെ കൂടെ വിടലേ എന്നവൾ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നുണ്ട്.
ധനശേഖരനും സുഭാഷിനോടായി നീ എന്ത് കരുതിയടാ കല്യാണത്തലേന്ന് പെണ്ണിനെ ഇറക്കി കൊണ്ടുവന്ന് സുഖമായിട്ട് ജീവിക്കാനോ? അതിന് നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളത് എന്നും പറഞ്ഞ് അയാളെ സുഭാഷിനെ തല്ലാനൊരുങ്ങുമ്പോഴേക്കും സുധീഷും അയാളെ പിടിച്ചുന്തുന്നുണ്ട്. ദേ എവിടെ നിന്നും ഇറങ്ങിപ്പൊക്കോളണം രണ്ടും എന്ന് സുധീഷ് പറയുമ്പോൾ ഈ വീട്ടിൽ വന്ന് എൻ്റെ ചേട്ടൻ്റെ മേത്ത് കൈവെക്കാൻ നോക്കി നിൽക്കുന്നു കരുതിയോ രണ്ടും ഇറങ്ങിപ്പോടോ വീട്ടിൽ നിന്ന് എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സുഭാഷും ഹരീഷേ സുധീഷേ നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ ഇയാള് എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇവിടെ ആരും സുനന്ദയെ തട്ടിക്കൊണ്ടുവന്നിട്ടില്ല, അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങി വന്നതാ. എന്തിനാ ഇങ്ങനെ എല്ലാവരും ബഹളം വയ്ക്കുന്നേ? എന്തായാലും നമുക്ക് സംസാരിക്കാലോ എന്ന് നിധി പറയുമ്പോൾ എന്ത് സംസാരിക്കാനാ? നാളെ കല്യാണ പന്തലിൽ ഇരിക്കേണ്ട പെണ്ണാ ഇവള്. അവൾ ഇവിടെ വന്ന് നിൽക്കുന്നു, അവനാണെങ്കിൽ താലിയും കൈ പിടിച്ച് കെട്ടാൻ മുട്ടി നിൽക്കുന്നു. ആ സമയത്ത് ഞാൻ സംസാരിക്കണോ? എല്ലാത്തിനെയും കൊന്നിട്ടാണെങ്കിലും ഞങ്ങൾ ഈ കല്യാണം നടത്തും കേട്ടോടി എന്ന് ലളിത പറയുമ്പോൾ ഭാസ്കരനും ആട്ടിത്തുപ്പുന്നുണ്ട്. അമ്മേ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇറങ്ങി വന്നത്, എനിക്ക് ആ കല്യാണം ഇഷ്ടമല്ല എന്ന് ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു എന്ന് സുനന്ദ പറയുമ്പോൾ നീ എന്താടി കളിക്കണോ? നേരം വെളുത്താലേ നിന്റെ കല്യാണ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ സമയത്ത് നീ ചെയ്യേണ്ട കാര്യമാണോ ഇത്? മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഇറങ്ങി വന്നോണോ നീ എന്ന് ധനശേഖരൻ പറയുമ്പോൾ ഞാൻ ആ കല്യാണത്തിന് മനസ്സുകൊണ്ട് ഒരുപാട് ശ്രമിച്ചതാ അച്ഛാ, പക്ഷേ എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല. ആ കല്യാണം എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാ, ആരെങ്കിലും അത് കേട്ടോ? ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, സുഭാഷ് എൻ്റെ കൂടെ അല്ലാതെ ഞാൻ ജീവിക്കില്ല, എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല എന്നവൾ പറയുമ്പോൾ അത് കേട്ട് ഭാസ്കരനും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ലളിത ദേഷ്യത്തോടെ എടോ എന്ന് ഭാസ്കരനെ വിളിക്കുമ്പോൾ ഭാസ്കരനും പൊട്ടിച്ചിരിയോടെ കൈയടിച്ചുകൊണ്ട് ഇത്ര മനോഹരമായൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ വേണമെടാ വേണം എന്ന് ഭാസ്കരൻ പറയുമ്പോൾ അത് ശരി, അപ്പോൾ ഇതൊക്കെ നിന്റെ പ്ലാനാണല്ലേ? എൻ്റെ മോളെ ഇങ്ങോട്ട് വരുത്തിച്ചത് ഇയാളുടെ ഐഡിയ ആണല്ലേ എന്ന് ധനശേഖരൻ പറയുമ്പോൾ അതേടാ അങ്ങനെ തന്നെയാ, എൻ്റെ വീട് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണെന്നല്ലേ നീ നിൻ്റെ അളിയനും കൂടി പറഞ്ഞു വെച്ചിരിക്കുന്നേ. എന്നിട്ട് അങ്ങനെ ഒരു വീട്ടിലേക്കാണോ നിൻ്റെ മോള് വന്ന് കയറാൻ പോകുന്നേ? നിൻ്റെ മോള് നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ, നാളെ നിങ്ങൾ നടത്താനിരിക്കുന്ന കല്യാണം ഇനി നടക്കില്ല എന്നും പറഞ്ഞ് അച്ഛൻ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷിനെയും സുനന്ദയെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി